നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്യുന്ന ആ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. കൺസിഡർ എ മോഡിഫൈഡ് ബെർണോളി ഇക്വേഷൻ P plus A by BT square plus rho G into H plus BT plus half rho V square equal to a constant. Okay. If T has dimension of time, then the dimension of A and B are. അല്ലേ, എൻ്റെയും ബിൻ്റെയും ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളിതാ ഈ ഒരു ടേം നോക്കാം, എച്ച് പ്ലസ് ബി ടി അല്ലേ. അപ്പോൾ എച്ചിനോട് ബി ടി നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അല്ലേ, അങ്ങനെ ആഡ് ചെയ്യുന്ന രണ്ടാളുകളുടെ ഡയമെൻഷൻ സെയിം ആയിരിക്കൂലേ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എച്ച് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബീൻ്റെ ഡയമെൻഷൻ വരിക, ബീൻ്റെ ഡയമെൻഷൻ വന്നിട്ട് ഡയമെൻഷൻ ഓഫ് എച്ച് ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി എന്നല്ലടാ മക്കളെ വരിക. എച്ച് ഹൈറ്റ് ആണ്, ഡയമെൻഷൻ എൽ ആണ്, ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്. അപ്പോൾ എൽ ടി റേസ് ടു -1 ശരിയല്ലേ. ഇനി അവിടെ എം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എം റേസ് ടു 0 എന്ന് എഴുതും. ഇതാണ് ബീൻ്റെ ഡയമെൻഷൻ, M0 L T റേസ് ടു -1. ഓക്കെ, അപ്പോൾ M0 L T റേസ് ടു -1 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 1 അല്ല 3 അല്ല അല്ലേ, 2 അല്ലെങ്കിൽ 4 വരാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത് നോക്കേ. ഇനി നമ്മളിതാ ഈ ടേം പഠിക്കാം ശരിയല്ലേ. അവിടെ നിങ്ങൾ നോക്ക്, പിയും എ ബൈ ബി ടി സ്ക്വയർ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ രണ്ടുപേരെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആ പിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ബി ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ആയിരിക്കണം ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എന്റെ ഡയമെൻഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ദാ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു എന്ത് വരും, ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ അല്ലേ. എടാ ഇത് പ്രഷർ അല്ലേടാ, ഡയമെൻഷൻ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. ആ ബീൻ്റെ ഡയമെൻഷൻ ഓൾറെഡി നമ്മൾ കണ്ടിച്ചു, എൽ ടി റേസ് ടു -1. ഈ ടീൻ്റെ ഡയമെൻഷൻ ടി ആണ്, അപ്പോൾ ടി സ്ക്വയർ. ഓക്കെ, എന്തൊക്കെ കട്ട് ചെയ്ത് പോയി, ഈ എൽ റേസ് ടു -1 എൽ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഇനി ഇതാ ടി റേസ് ടു -2 ടി റേസ് ടു 2 കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എം ടി റേസ് ടു -1 എന്നല്ലേ വന്നിരിക്കുന്നത് ശരിയല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡയമെൻഷൻ നമ്മൾ എഴുതിയാൽ എം ഇൻറ്റു എൽ റേസ് ടു 0 ഇൻറ്റു ടി റേസ് ടു -1. ഓക്കെ, അപ്പോൾ എം എൽ റേസ് ടു 0 ടി റേസ് ടു -1 ഏതാ വരുന്നത്, ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ.